7 ജില്ലകളിലുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളടക്കം ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് പ്രധാന സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ആകെ 75,643 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 1,199 മട്ടന്നൂർ ഒഴിച്ചുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി 2,86,24,558 പേർ വോട്ട് ചെയ്യുന്നതിനായി തയ്യാറെടുത്തിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ നടക്കുന്ന 7 ജില്ലകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 126 ട്രാൻസ്ജെൻഡർമാർ ഉൾപ്പെടെ 1,82,83,789 പേരാണ് തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിനായി എത്തുന്നത്. അത് 456 പേർ ഇവരിൽ പ്രവാസികളാണ്. പ്രവാസികൾ വോട്ട് ചെയ്യുന്നതിനായി എത്തുന്ന സമയത്ത് അവരുടെ തിരിച്ചറിയൽ രേഖയായി പാസ്പോർട്ട് അടക്കം കയ്യിൽ കരുതണം എന്ന കാര്യം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആകെ 33,711 പോളിംഗ് സ്റ്റേഷനുകളാണ് 2 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അത് തന്നെ 15,432 പോളിംഗ് സ്റ്റേഷനുകളും ഈ തെരഞ്ഞെടുപ്പിനായി സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ മുതൽ തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണമടക്കം നടക്കുകയും ചെയ്യും. അതേ സമയത്ത് തന്നെ കഴിഞ്ഞ 1 മാസമായി തുടർന്നു വരുന്ന പ്രചരണ പരിപാടികൾ ആദ്യഘട്ടത്തിന് സമാപനമാകുമ്പോൾ സ്ഥാനാർത്ഥികളൊക്കെയും തന്നെ വലിയ പ്രതീക്ഷയിലാണ്, മുന്നണികളൊക്കെയും തന്നെ വലിയ പ്രതീക്ഷയിലാണ് ഉള്ളത്. നോക്കുകയാണെങ്കിൽ ഈ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആദ്യഘട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 3 കോർപ്പറേഷനുകളാണ് പ്രധാനമായി ഉള്ളത്. അത് തിരുവനന്തപുരവും കൊല്ലവും അതുപോലെ തന്നെ കൊച്ചിയുമാണ്.